അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന് ഓഡിറ്റിംഗിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 147. ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ചെക്കിംഗ് ഓഫ് കാൽക്കുലേഷൻസ് ഓഫ് ബിൽസ്, കാസ്റ്റിംഗ് ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, പോസ്റ്റിംഗ് ഇൻ ടു ലെഡ്ജർ എക്സെട്ര. ഓപ്ഷൻ എ ടെസ്റ്റ് ചെക്കിംഗ്, ഓപ്ഷൻ ബി ടെസ്റ്റ് ഓഡിറ്റ്, ഓപ്ഷൻ സി റൊട്ടീൻ ചെക്കിംഗ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേഷൻസ് ഓഫ് ബിൽസ്, കാസ്റ്റിംഗ് ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, പോസ്റ്റിംഗ് ഇൻ ടു ലെഡ്ജർ. ഇതിൻ്റെ എല്ലാം ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെക്കിംഗ് ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആസ് എ മാറ്റർ ഓഫ് റൊട്ടീൻ ആണ് വരിക. അതായത് റൊട്ടീൻ ചെക്കിംഗ് ആണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന റൊട്ടീൻ ചെക്കിംഗ് ആണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, റൊട്ടീൻ ചെക്കിംഗ് ആണ്. ഇനി 148ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. ഓപ്ഷൻ എ അണ്ടർ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റീസ്, ഓപ്ഷൻ ബി വിൻഡോ ഡ്രസ്സിംഗ്, ഓപ്ഷൻ സി ലാപ്പിംഗ്, ഓപ്ഷൻ ഡി ഓവർ ചാർജിങ് ഡിപ്രീസിയേഷൻ. മെത്തേഡ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, ക്യാഷിൽ മിസ്അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ തിരിമറി നടത്തുന്നതിൻ്റെ മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്കറിയാം ഏതാ വരുന്നത്? ലാപ്പിംഗ് അല്ലെങ്കിൽ ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അതേപോലെ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡിലേഡ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുക. 149ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഓപ്ഷൻ എ പ്രോപ്പർ ഡിവിഷൻ ഓഫ് വർക്ക്, ഓപ്ഷൻ ബി പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, ഓപ്ഷൻ സി ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് സ്റ്റാഫ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻറ്റേർണൽ ചെക്കിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു വർക്ക് അറേഞ്ച്മെൻ്റ് ആണ്. വർക്ക് ഡൺ ബൈ വൺ പേഴ്സൺ ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് എന്താണ്? വർക്ക് ഡിവിഷൻ വരുന്നുണ്ട്, ദെൻ പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് വരുന്നുണ്ട്, വർക്ക് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓൾ ഓഫ് ദ എബോവ് ആണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി 150 നോക്കാം. ഫൈനൽ ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഓപ്ഷൻ എ പീരിയോഡിക്കൽ ഓഡിറ്റ്, ഓപ്ഷൻ ബി കൺകറന്റ് ഓഡിറ്റ്, ഓപ്ഷൻ സി ഇന്റേണൽ ഓഡിറ്റ്, ഓപ്ഷൻ ഡി നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതായത് ഒരു സ്ഥാപനത്തിലെ ഫൈനൽ ഓഡിറ്റിന് പറയുന്ന പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾസോ നോൺ ആസ് പീരിയോഡിക്കൽ ഓഡിറ്റ് ആണ്. ആനുവൽ ഓഡിറ്റ്, ടേം ഓഡിറ്റ്, പീരിയോഡിക്കൽ ഓഡിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഫൈനൽ ഓഡിറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. 151ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടെക്നിക്കൽ എറേഴ്സ് ജനറലി എറൈസ്. ഓപ്ഷൻ എ ഡ്യൂ ടു ഇഗ്നറൻസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ബി ഡ്യൂ ടു ഇഗ്നറൻസ് ഓഫ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ്, ഓപ്ഷൻ സി ഡ്യൂ ടു നെഗ്ലിജൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടെക്നിക്കൽ എറേഴ്സ് ജനറലി എറൈസ്. ടെക്നിക്കൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അക്കൗണ്ടിംഗ് സ്റ്റാഫിൻ്റെ അശ്രദ്ധ മുഖേന ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഡ്യൂ ടു നെഗ്ലിജൻസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ്. 152ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡിവൈസ് ടു ഫാൾസിഫൈ അക്കൗണ്ട്സ്? ഓപ്ഷൻ എ ചാർജിങ് മോർ ഡിപ്രീസിയേഷൻ ദാൻ റിക്വയർഡ്, ഓപ്ഷൻ ബി ഓവർ വാലുവേഷൻ ഓഫ് അസറ്റ്സ്, ഓപ്ഷൻ സി അണ്ടർ വാലുവേഷൻ ഓഫ് ലയബിലിറ്റീസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ അക്കൗണ്ട്സിൽ ഫാൾസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ഏതെല്ലാം രീതിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാർജിങ് മോർ ഡിപ്രീസിയേഷൻ ഫാൾസിഫൈ ചെയ്യാനുള്ളൊരു രീതിയാണ്. ദെൻ ഓവർ വാലുവേഷൻ ഓഫ് അസറ്റ്സ്, അതും അങ്ങനെ തന്നെയാണ് വരിക. അതുപോലെ അണ്ടർ വാലുവേഷൻ ഓഫ് ലയബിലിറ്റീസ്, ലയബിലിറ്റീസിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കുക. ഇതെല്ലാം എന്താണ്? ഡിവൈസ് ടു ഫാൾസിഫൈ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓൾ ഓഫ് ദ എബോവ്, ഓപ്ഷൻ ഡി ആണ്. ഇനി 153ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ദ ഫസ്റ്റ് ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ ജനറൽ ബോഡി, ഓപ്ഷൻ ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനിയിൽ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സിനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. 154ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓഡിറ്റർ ഷുഡ് സ്റ്റഡി ഡാഷ്. ഓപ്ഷൻ എ ബൈലോസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ ബി പ്രൊവിഷൻസ് ഓഫ് ആക്ട് ആൻഡ് റൂൾസ്, ഓപ്ഷൻ സി പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ പഠിക്കണം, അതുപോലെ ആക്ട് ആൻഡ് റൂൾസിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസും അതുപോലെ ഓഡിറ്റ് പ്രിൻസിപ്പിൾസും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓപ്ഷൻ ഡി ആണ് 154ൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇനി 155ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
നോക്കാം. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. ഓപ്ഷൻ എ വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ടോട്ടൽ സെയിൽസ്, ഓപ്ഷൻ സി മാർക്ക് സെക്യൂർഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം ഓഡിറ്റർ കുറച്ച് സ്റ്റഡി നടത്തുകയാണ്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അവരുടെ എക്കണോമിക് വയബിലിറ്റി, അവരുടെ ഓവറോൾ പെർഫോമൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുക. എ ക്ലാസ്, ബി ക്ലാസ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തുക. അപ്പോൾ ആൻസർ വരിക ഏതാണ്? മാർക്ക് സെക്യൂർഡ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരിക. 156ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ അഡ്വർടൈസ്മെൻറ്റ് പീരിയഡ് ഈസ് റെക്കോർഡഡ് ഇൻ വേജസ് അക്കൗണ്ട് ഇറ്റ് ഈസ് ഡാഷ് എറർ. ഓപ്ഷൻ എ ടെക്നിക്കൽ, ഓപ്ഷൻ ബി പ്രിൻസിപ്പൽ, ഓപ്ഷൻ സി ക്ലറിക്കൽ ആൻഡ് ഓപ്ഷൻ ഡി കോമ്പൻസേറ്റിംഗ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് പീരിയഡ് ഈസ് റെക്കോർഡഡ് ഇൻ വേജസ് അക്കൗണ്ട് ഏത് തരത്തിലുള്ള എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് പീരിയഡ് ആണ്. അതായത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് അനുസരിച്ച് മോണിറ്ററി ടേംസിൽ വരുന്ന എമൗണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? അഡ്വർടൈസ്മെന്റ് പീരീഡ് ആണ് വേജസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് പീരീഡിനെ നമുക്കൊരു മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്തു? വേജസ് അക്കൗണ്ടിലോട്ട് റെക്കോർഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്ത രീതിയിലാണ് വരിക. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് വരിക. ഇനി 157 നോക്കാം. ഡാഷ് ഈസ് ദ ആക്ഷൻ ടേക്കൺ ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ആൻ അസറ്റ്. ഓപ്ഷൻ എ വാലുവേഷൻ, ഓപ്ഷൻ ബി amortization, option C verification, option D none of the above. Action taken by the auditor to confirm the physical existence of an asset. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന അസറ്റുകളുടെ എന്താണ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്റർ ചെയ്യുന്ന ആക്ഷൻ ഏതാണ് ആൻസർ വരിക? വെരിഫിക്കേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. 158ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഹാൻഡ് ബുക്ക് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ. ഓപ്ഷൻ എ ഓഡിറ്റ് നോട്ട്, ഓപ്ഷൻ ബി ഓഡിറ്റ് മാനുവൽ, ഓപ്ഷൻ സി വർക്കിംഗ് പേപ്പേഴ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ അല്ലെങ്കിൽ ഓഡിറ്ററുടെ ഹാൻഡ് ബുക്ക് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്ററുടെ ഹാൻഡ് ബുക്ക് ഏതാണ്? ഓഡിറ്റ് മാനുവൽ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 159 നോക്കാം. മെക്കാനിക്കൽ ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ഓഡിറ്റ്. ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേറ്റീവ്, ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ, ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി, ഓപ്ഷൻ ഡി കൺകറന്റ്. മെക്കാനിക്കൽ ഓഡിറ്റിനെ അറിയപ്പെടുന്ന പേരേതാണ്? മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്നറിയപ്പെടുക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 160. ഡാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ഓഡിറ്റ്. ഓപ്ഷൻ എ വെരിഫിക്കേഷൻ, ഓപ്ഷൻ ബി ചെക്കിംഗ്, ഓപ്ഷൻ സി റൊട്ടീൻ ചെക്കിംഗ്, ഓപ്ഷൻ ഡി വൗച്ചറിംഗ്. ലൈഫ് ബ്ലഡ് ഓഫ് ഓഡിറ്റ്, എസൻസ് ഓഫ് ഓഡിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? വൗച്ചിങ് അല്ലെങ്കിൽ വൗച്ചറിംഗ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ്. താങ്ക് യു വെരി മച്ച്.